നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചക്കുവള്ളിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥമാണ് കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചത്. ചക്കുവള്ളി ജംഗ്ഷനിൽ നടത്തിയ സാംസ്കാരിക സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന് നേതൃത്വം നൽകിയത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ സഖാവ് എം.എസ്. 1957 മുഖ്യമന്ത്രിയാകുമ്പോൾ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിമാരും അനുഭവിക്കാത്ത ഒരു പ്രതിസന്ധി അദ്ദേഹത്തിന് മുന്നിൽ വന്നിരുന്നു. കാരണം രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരണം നടത്തേണ്ടി വരുന്നത് മുതലാളിത്ത ഭരണ സംവിധാനത്തിനകത്താണ്. അതായത് കമ്മ്യൂണിസ്റ്റുകാർ ശക്തമായി വിയോജിക്കുന്ന ഒരു ഭരണ സമ്പ്രദായത്തിനകത്ത് നിന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കേണ്ടി വരുന്നത്. ഈ പ്രതിസന്ധി മുറിച്ചു കിടക്കാൻ അദ്ദേഹത്തിന് വളരെയധികം പ്രയാസപ്പെടേണ്ടി വന്നു. അതിലേക്കൊക്കെ കടക്കുന്നതിന്റെ ഭാഗമായി സർവരെയും ചിന്തിച്ചുകൊണ്ട് മനുഷ്യ വിഭാഗത്തിലെ ഏറ്റവും ദുർബലരെ എങ്ങനെയാണ് ഭരണത്തിന്റെ സംവിധാനം ഉപയോഗിച്ച് സഹായിക്കാവുന്നതിലേക്കാണ് അദ്ദേഹം എത്തിയത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ആർ. അജയൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ ബാലപുരസ്കാര ജേതാവ് ആദിത്യൻ സുരേഷ് മുഖ്യ അതിഥിയായി. കാപ്പക്സ് ചെയർമാൻ എം. ശിവശങ്കരപിള്ള, ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി എസ്. ശശികുമാർ, ബി. ബിനീഷ്, എ. സാബു, ഗിരിജാദേവി, സുജ, എം. സുൽഫിക്കാർ റാവുത്താർ, അക്രയിൽ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ടി.വി. താരം അനുരാജ് ശിവഗിരിയുടെ മാജിക് ഷോയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി.